Dear students, in this session we are discussing some relevant MCQs from human health and disease. Okay, first question. Who disproved the good humor hypothesis of health? Options: Hippocrates, William Harvey, Charaka, S.A. Waxman. 4 ഓപ്ഷൻസ്. ഇതിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന എന്താണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തീസിസ്? ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തീസിസ് മീൻസ്, according to good humor hypothesis, in brief, the human health and illness are maintained by the balance and imbalance of 4 bodily fluids. 4 bodily fluids. അതിനാണ് ഈ ബോഡി ഫ്ലൂയിഡ്സിനെയാണ് ഹ്യൂമർ എന്ന് വിളിക്കുന്നത്. അതായത് ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈൽ ആൻഡ് ബ്ലാക്ക് ബൈൽ. ഇതാണ് 4 ഫ്ലൂയിഡ്സ്. അതായത് ബ്ലഡ്, ഫ്ലം എന്ന് വെച്ചാൽ കഫം, പിന്നെ അതുപോലെ തന്നെ യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ. ഈ 4 ഫ്ലൂയിഡ്സിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ ഇൻബാലൻസ്. ബാലൻസ് എന്തിനെ കാണിക്കുന്നു? ഹെൽത്തിനെ കാണിക്കുന്നുണ്ട്. ഇംബാലൻസ് ഡിസീസിനെ അല്ലെങ്കിൽ ഇൽനെസ്സിനെ കാണിക്കുന്നു. ഇതാണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ്. ഇത് മെയിനായിട്ട് പ്രപ്പോസ് ചെയ്ത് ഹിപ്പോക്രട്ടീസ് ആണ്. അപ്പോൾ ഹിപ്പോക്രട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആൻഡ് ഫിലോസഫർ ഫ്രം 5th century BC ആണ്. ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് മെഡിസിൻ. ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രട്ടീസിനെയാണ്. അദ്ദേഹമാണ് ഈ ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തത്. അടുത്ത രണ്ടാമത്തത് ഓപ്ഷൻ ഏതാണ്? വില്യം ഹാർവിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ഓപ്ഷനാണ്. വില്യം ഹാർവിയാണ് ഗുഡ് ഹ്യൂമർ ഹൈപ്പോത്തസിസ് ഡിസ്പ്രൂവ് ചെയ്തത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഹി ഡിസ്കവേർഡ് ദി സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ 1628 ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത്. നമ്മുടെ ബോഡിയിൽ ഈ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് വില്യം ഹാർവിയാണ്. അങ്ങനെ ഈ ഹൈപ്പോത്തസിസ് ഡിസ്പ്രൂവ് ചെയ്തു. അപ്പോൾ ആൻസർ വില്യം ഹാർവി. പിന്നെ അടുത്തത് ചരക. മൂന്നാമത്തെ ഓപ്ഷൻ. ചരക ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ മെഡിസിൻ. എന്ന് പറയുന്നത് ചരകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്രിഹെൻസീവ് മെഡിക്കൽ ടെസ്റ്റാണ് ചരക സംഹിത. ആയുർവേദിക് മെഡിസിനെ കുറിച്ചുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ടെസ്റ്റാണ് ചരക സംഹിത. അടുത്ത ഓപ്ഷൻ S.A. വാക്സ്മാൻ. S.A. വാക്സ്മാൻ ആണ് ആൻറ്റിബയോട്ടിക് എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്ത് S.A. വാക്സ്മാൻ ആണ്. സോ ഹീ ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. എന്ന് പറയുന്ന S.A. വാക്സ്മാനെയാണ്. അദ്ദേഹമാണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചത്. സ്ട്രെപ്റ്റോമൈസിൻ അതിന് നൊബേൽ പ്രൈസും കിട്ടി. 1952 നൊബേൽ പ്രൈസ് S.A. വാക്സ്മാൻ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആൻസർ വില്യം ഹാർവി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. How many of the following statements are false? Statements: Vidal test is the confirmatory test for typhoid. Second, mind and mental state can affect our health. Mary Mallon, she is called as typhoid Mary, was a asymptomatic carrier of typhoid fever. Health is affected by genetic disorders, infections and lifestyle. Rhinoviruses infect the nose, respiratory passage and the lungs. അങ്ങനെ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: വൈഡാൽ ടെസ്റ്റ് ഈസ് ദി കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ടൈഫോയിഡ്. അപ്പോൾ ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് കോസ്ഡ് ബൈ സാൽമണല്ല ടൈഫി. അപ്പോൾ അത് കൺഫേം ചെയ്യുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. അപ്പോൾ ഇത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് മൈൻഡ് ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ് ക്യാൻ അഫക്റ്റ് അവർ ഹെൽത്ത്. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, മേരി മലൺ, ടൈഫോയിഡ് മേരി
വാസ് എ സിംറ്റമാറ്റിക് കാരിയർ ഓഫ് ടൈഫോയിഡ് ഫീവർ. അപ്പോൾ എ സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് പുറത്ത് കാണില്ല. അപ്പോൾ അവരുടെ ഉള്ളിൽ ടൈഫോയിഡ് ഉണ്ട്, അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അവരിലുണ്ട്, പക്ഷേ അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫീവർ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും അവർക്ക് ടൈഫോയിഡ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ പ്രൊഫഷണലി ഒരു കുക്കാണ്. അപ്പോൾ അവർ ഫുഡ് പാചകം ചെയ്യുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. ആ ഫുഡിലൂടെ ഈ സാൽമോണല്ല ടൈഫി സ്പ്രെഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക്, ആ ഫുഡ് കഴിക്കുന്നവർക്കെല്ലാം തന്നെ ഈ ടൈഫോയിഡ് വരുന്നുമുണ്ട്. അന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, വളരെ വൈകിട്ടാണ് അത് മനസ്സിലാക്കിയത്. അതാണ് എ സിംറ്റമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് ഹെൽത്ത് ഈസ് അഫക്റ്റഡ് ബൈ, അത് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻസ് വരും, അതുപോലെ ലൈഫ് ഇതെല്ലാം തന്നെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കറക്റ്റാണ്. അടുത്തത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റിനോ വൈറസസ് ഇൻഫെക്റ്റ് ദി നോസ്, റെസ്പിറേറ്ററി പാസേജ് ആൻഡ് ദി ലങ്സ്. അപ്പോൾ ഈ റിനോ വൈറസ് അതൊരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്. റിനോ വൈറസ് എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്. അതാണ് കോസേറ്റീവ് ഓർഗാനിസം ഓഫ് കോമൺ കോൾഡ്. അപ്പോൾ കോമൺ കോൾഡ് അത് കോസ് ചെയ്യുന്നത് റിനോ വൈറസാണ്. അപ്പോൾ അത് ഇൻഫെക്റ്റ് ചെയ്യുന്നത് നോസിനെയും റെസ്പിറേറ്ററി പാസേജിനെ ഇൻഫെക്റ്റ് ചെയ്യും. പക്ഷേ ഒരിക്കലും അത് ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ കോമൺ കോൾഡിൻ്റെ പ്രത്യേകത. ന്യൂമോണിയ ആണെങ്കിൽ ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യും, പക്ഷേ കോമൺ കോൾഡ് ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 5ാമത്. അപ്പോൾ ആൻസർ എ 1. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് 1 ഓക്കെ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഗിവൻ ഓപ്ഷൻസ് സ്പ്ലീൻ, ടോൺസിൽസ്, തൈമസ്, അപ്പൻഡിക്സ്. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ലിംഫോയിഡ് ഓർഗൻസ് ആണ്. അപ്പോൾ എന്താണ് ലിംഫോയിഡ് ഓർഗൻസ്? ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് വയർ ഒറിജിൻ ആൻഡ് ഓർ മെച്ചുറേഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ഒക്കർ. അതായത് ഒറിജിനോ അല്ലെങ്കിൽ മെച്ചുറേഷനോ അല്ലെങ്കിൽ പ്രൊലിഫറേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇത് നടക്കുന്ന ഓർഗൻസിനെയാണ് ലിംഫോസൈറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ 3 കാര്യങ്ങൾ ഒറിജിൻ, പ്രൊലിഫറേഷൻ, മെച്ചുറേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയും. ആ ലിംഫോയിഡ് ഓർഗൻസ് തന്നെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസുമുണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസുമുണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒറിജിൻ ആൻഡ് മെച്ചുറേഷൻ, ചിലപ്പോൾ ഒറിജിൻ ആകാം അല്ലെങ്കിൽ മെച്ചുറേഷൻ നടക്കുക. അതായത് ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ് ആയിട്ട് മാറുന്ന പ്ലേസ്, ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ് ആയിട്ട് മാറുന്ന ഓർഗൻസാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. അങ്ങനെ 2 ലിംഫോയിഡ് ഓർഗൻസ് ആണുള്ളത്, ഒന്ന് ബോൺ മാരോയും മറ്റൊന്ന് തൈമസും. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് എല്ലാം ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. പക്ഷേ ചില ലിംഫോസൈറ്റ്സ് ബോൺ മാരോയിൽ ഇരുന്ന് തന്നെ ആൻറ്റിജൻ സെൻസിറ്റീവ് ആകും, അതിനെയാണ് ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ചില ലിംഫോസൈറ്റ്സ് തൈമസിൽ വന്നിട്ടാണ് അത് ആൻറ്റിജൻ സെൻസിറ്റീവ് ആകുന്നത് അല്ലെങ്കിൽ മെച്ചുർ ആകുന്നത്, അതിനെയാണ് ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് ബിയും ടിയും 2 തരത്തിലുള്ള ലിംഫോസൈറ്റ്സ് വരുന്നത്. അപ്പോൾ ആൻറ്റിജൻ സെൻസിറ്റീവ് ആകുന്ന സ്ഥലം പ്രൈമറി ലിംഫോസൈറ്റ്സും, ഇത് എഫക്ടർ സെൽസായിട്ട് മാറുന്നത്, അതായത് അറ്റാക്ക് ചെയ്യുന്ന പ്ലേസാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ തൈമസും ബോൺ മാരോയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ ഓർഗൻസ് എല്ലാം തന്നെ നമ്മൾ പറയുന്ന ഓർഗൻസൊക്കെ തന്നെ എന്താണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. അവിടെ വെച്ചിട്ടാണ് ഇത് എഫക്ടർ സെൽസ് ആയിട്ട് മാറുന്നത്, ആൻറ്റിജൻ സെൻസിറ്റീവായിട്ട് മാറുന്നതാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ സ്പ്ലീൻ, ടോൺസിൽസ്, തൈമസ്, അപ്പൻഡിക്സ്, അപ്പോൾ ഇതെല്ലാം ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ഇതിൽ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ തൈമസ് ആണ്. അപ്പോൾ ഇതിൽ ഓടുണ്ടെന്ന് പറയുന്നത് തൈമസ്, ബാക്കിയെല്ലാം തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിസ് മാച്ച്ഡ് പെയർ? അപ്പോൾ ഓപ്ഷൻസ് കൊളോസ്ട്രം IgA, പ്ലാസൻ്റ IgG, അലർജൻസ് IgE, ഡോപ്പമൈൻ IgM.
അപ്പോൾ എന്താണ് ആൻറ്റിബോഡി? അതായത് IG എന്ന് പറയുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ആൻറ്റിബോഡി. അപ്പോൾ പ്രധാനമായിട്ട് 5 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ആണ് ഹ്യൂമൻ ബോഡിയിൽ കാണുന്നത്. 5 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. അതായത് ഏതൊക്കെയാണ്? IgG, IgA, IgM, IgE, IgD. ഇതാണ് 5 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ്. ഇതിൽ IgG ഇതാണ് മോസ്റ്റ് കോമൺ, ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബോഡിയിൽ അബണ്ടൻ്റ് ആൻറ്റിബോഡി എന്ന് പറയുന്നത് IgG ആണ്. പ്രൊവൈഡ് ലോങ് ടേം ഇമ്മ്യൂണിറ്റി. അപ്പോൾ മോസ്റ്റ് അബണ്ടൻ്റ് ആണ്, പ്രൊവൈഡ് ലോങ് ടേം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് പ്ലാസൻ്റയിലൂടെ ക്രോസ് ചെയ്യും. മദറിൻ്റെ ബോഡിയിൽ നിന്ന് പ്ലാസൻ്റയിലൂടെ ക്രോസ് ചെയ്ത് ഫീറ്റസിലോട്ട് എത്തുന്ന ഒരു ആൻറ്റിബോഡിയാണ് IgG. ഇതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തത് IgA. IgA എന്ന് പറയുമ്പോൾ മ്യൂക്കോസൽ സെക്രീഷൻസ്, അതായത് സലൈവയിൽ, അതുപോലെ ടിയേഴ്സ്, അതുപോലെ ബ്രസ്റ്റ് മിൽക്ക്, കൊളോസ്ട്രം, നമ്മൾ ഫസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കൊളോസ്ട്രം, ഇതിലെല്ലാം കാണുന്നതാണ് ഇത് IgA. ഇനി അടുത്തത് IgM, അതായത് ഫസ്റ്റ് റെസ്പോണ്ടർ ടു ഇൻഫെക്ഷൻസ്. ഫസ്റ്റ് റെസ്പോണ്ടർ ടു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് IgM ആണ്. ഇനി IgE, അതായത് റെസ്പോൺസ് ടു അലർജൻസ്. റെസ്പോൺസ് ടു അലർജൻസ് ആ സമയത്ത് ഫോം ചെയ്യുന്ന ആൻറ്റിബോഡിയാണ് IgE. IgD, ഇൻവോൾവ് ഇൻ ദി ആക്ടിവേഷൻ ഓഫ് ബി സെൽസ്. ആക്ടിവേഷൻ ഓഫ് ബി സെൽസ്. ഇതൊക്കെയാണ് ഓരോ ആൻറ്റിബോഡിയുടെയും സ്പെസിഫിക് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് കൊളോസ്ട്രം IgA നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനകത്തുണ്ട് പ്ലാസൻ്റിലൂടെ ക്രോസ് ചെയ്യുന്നതാണ് IgG. ഇൻ റെസ്പോൺസ് ടു അലർജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് IgE. അപ്പോൾ ഇവിടുത്തെ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് ഡോപ്പമൈൻ IgM ആണ്. അതായത് ഡോപ്പമൈൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ന്യൂറോ ട്രാൻസ്മിറ്റഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂറോൺസ്. ഓക്കെ, അത് ഇതുമായിട്ട് ഒരിക്കലും മാച്ച് വരുന്നതല്ല. നമ്മൾ IgMൻ്റെ ഫംഗ്ഷനും നമ്മൾ ആൾറെഡി മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ D, ഡോപ്പമൈൻ IgM. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡിസീസ് ചിക്കൻഗുനിയ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹൗസ് ഫ്ലൈസ്, ഫീമെയിൽ ക്യൂലക്സ്, ഫീമെയിൽ ഈഡിസ്, ഫീമെയിൽ അനോഫലിസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഹൗസ് ഫ്ലൈസ്. ഹൗസ് ഫ്ലൈസ് ഒരു മെക്കാനിക്കൽ കാരിയറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് അമീബിക് ഡിസെൻട്രി അല്ലെങ്കിൽ അമീബിയാസിസ്, ആ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മെക്കാനിക്കൽ, വെക്ടർ അല്ല, മെക്കാനിക്കൽ കാരിയറാണ് ഹൗസ് ഫ്ലൈസ്. അപ്പോൾ മെക്കാനിക്കൽ കാരിയർ ഓഫ് അമീബിയാസിസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തത് ക്യൂലെക്സ്. ക്യൂലെക്സ് എന്ന് പറയുമ്പോൾ ദി വെക്ടർ ഓഫ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ്. അപ്പോൾ ഫീമെയിൽ ക്യൂലെക്സ് ഈസ് ദി വെക്ടർ ഓഫ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ്, അതായത് മന്ദിരോഗം, അതിൻ്റെ വെക്ടറാണ് ഫീമെയിൽ ക്യൂലെക്സ്. അടുത്തത് D ഓപ്ഷൻ നോക്കാം. ഫീമെയിൽ അനോഫലിസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫീമെയിൽ അനോഫലിസ് ആണ് വെക്ടർ ഓഫ് മലേറിയ. അപ്പോൾ മലേറിയ ഡിസീസിൻ്റെ വെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫലിസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫീമെയിൽ ഈഡിസ് ആണ്. അപ്പോൾ ഫീമെയിൽ ഈഡിസ് മസ്കിറ്റോസ് ചിക്കൻ ഗുനിയ മാത്രമല്ല ഡെങ്കു ഫീവറിൻ്റെയും വെക്ടറാണ്. അപ്പോൾ ചിക്കൻ ഗുനിയ ആൻഡ് ഡെങ്കു ഫീവർ ആർ ട്രാൻസ്മിറ്റഡ് ബൈ ഫീമെയിൽ ഈഡിസ് മസ്കിറ്റോസ്. Next question. In malignant tumors, the spreading of cancer cells from its original location to other parts of the body is called metagenesis, metamerism, metastasis, metamorphosis. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാജനസിസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ്സിനകത്ത് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്പോറോഫൈറ്റ് ആൾട്ടർനേറ്റ് വിത്ത് ഗ്യാമറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് എപ്പോഴും ഡിപ്ലോയ്ഡ് ആയിരിക്കും, ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയ്ഡ് ആയിരിക്കും. ഇതാണ് പ്ലാന്റ്സിൽ കാണുന്ന ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതുപോലെ
നിഡേറിയയിലെ ഒബീരിയയിൽ കാണുന്ന ആൾട്ടർനേഷൻ ഓഫ് ജനറേഷനെയാണ് മെറ്റാജനസിസ് എന്ന് വിളിക്കുന്നത്. അവിടെ പോളിപ്പ് ഫേസ് ഉണ്ട്, അതുപോലെ മെഡൂസ ഫേസ് ഉണ്ട്. പോളിപ്പ് സെസയിലാണ്, അത് റീപ്രൊഡ്യൂസ് ചെയ്യും. എസെക്ഷലായിട്ട് മെഡൂസ ഫോം ചെയ്യും, മെഡൂസ സെക്ഷലായിട്ട് പോളിപ്പ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ പോളിപ്പ് സെസയിലാണ്, ഫ്രീ സ്വിമ്മിംഗ് ആണ് മെഡൂസ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോംസ്, ഇതാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇതിനെയാണ് മെറ്റാജനസിസ് എന്ന് പറയും. ഇത് ഒബീരിയയിലാണ് കാണുന്നത്. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ്റെ എക്സ്പ്ലനേഷൻ. അടുത്ത് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് വെച്ചാൽ ബോഡി സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ബോഡി ഈസ് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി സെഗ്മെൻറ്റ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ എർത്ത് വേം, ഫൈലം അനലിഡ. അപ്പോൾ അനലിഡ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഈ മെറ്റാമറിസം എന്ന ടേം വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ബോഡിക്ക് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും സെഗ്മെൻറ്റേഷൻ കാണും, വിത്ത് എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് സം ഓർഗൻസ്. എ സീരിയൽ റെപ്പറ്റീഷൻ ഓഫ് സം ഓർഗൻസ്. ചില ഓർഗൻസ് റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. അല്ല ബോഡിക്ക് സെഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് കരുതിയിട്ട് മെറ്റാമറിസം എന്ന് പറയില്ല. അവിടെ ഈ റെപ്പറ്റീഷൻ കൂടെ വേണം ചില ഓർഗൻസിൻ്റെ. അതാണ് മെറ്റാമറിസം. അത് അനലിഡയിലാണ് കാണുന്നത്. എക്സാമ്പിൾ പറഞ്ഞ് എർത്ത് വേം. പിന്നെ മെറ്റാമോർഫോസിസ്. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് ലാർവ അഡൾട്ടായിട്ട് മാറുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഫ്രോഗിൻ്റെ കേസിൽ ലാർവയെ നമ്മൾ ടേഡ്പോൾ എന്ന് വിളിക്കും, വാൽമാക്രി എന്ന് വിളിക്കുന്നത്. ആ ടേഡ്പോൾ ഫ്രോഗായിട്ട് മാറും. അപ്പോൾ ഫ്രോഗിന് ടെയിലില്ല, പക്ഷേ ടേഡ്പോളിന് ടെയിലുണ്ട്. അപ്പോൾ ടെയിൽ മാറുന്നു, ടെയിലില്ലാത്ത അവസ്ഥയിലോട്ട് വരുന്നു. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. അതുപോലെ തന്നെ ടേഡ്പോളിലെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസാണ്. പക്ഷേ ഫ്രോഗിലെത്തുമ്പോൾ ആ ഗിൽസ് മാറിപ്പോകുന്നു. ഗിൽസ് മാറിയിട്ട് അവിടെ ലങ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, സ്കിൻ റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇവൻ ബക്കൽ കാവിറ്റിയും റെസ്പിറേറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലാർവയിൽ എന്താണ് ഗിൽസാണ്. അഡൾട്ട് അതായത് ഫ്രോഗിലെത്തുമ്പോൾ അത് എന്താണ് ബക്കൽ കാവിറ്റി വരുന്നുണ്ട്, സ്കിൻ ആക്ട് ചെയ്യുന്നുണ്ട്, ലങ്സ് വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ കേസിൽ കാറ്റർപില്ലർ ലാർവർ സ്റ്റേജാണ്, ബട്ടർഫ്ലൈ അഡൾട്ട് ഫോമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷനെയാണ് മെറ്റാമോർഫോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് മെറ്റാസ്റ്റാസിസ്. അതായത് ഈ ക്യാൻസർ സെല്ല് സ്പ്രെഡ് ചെയ്യുന്നു, അതിൻ്റെ ഒറിജിനൽ ലൊക്കേഷനിൽ നിന്ന് മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലോട്ട് ബ്ലഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മെറ്റാസ്റ്റാസിസ്. അത് മാലിഗ്നൻ്റ് ട്യൂമേഴ്സിൻ്റെ കേസിലാണ്. അപ്പോൾ സ്പ്രെഡിങ് ഓഫ് ക്യാൻസർ സെൽസിനെ പറയുന്ന പേര് മെറ്റാസ്റ്റാസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഫോളോയിങ് ആർ സെല്ലുലാർ ബാരിയേഴ്സ്. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ. ഓപ്ഷൻസ്: PMNL, മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ, മാക്രോഫേജസ്. അപ്പോൾ സെല്ലുലാർ ബാരിയേഴ്സ്. അപ്പോൾ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുമുണ്ട്, അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുമുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്. അത് ബൈ ബർത്ത് കിട്ടുന്നതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതേസമയം അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അത് സ്പെസിഫിക് ആണ്. പർട്ടിക്കുലർ ഡിസീസിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ബോഡി ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്നതാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ ദി ഹെൽപ്പ് ഓഫ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. പലതരത്തിലുള്ള ബാരിയേഴ്സ് വഴിയാണ് ഇന്നേറ്റ് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ബോഡി അച്ചീവ് ചെയ്യുന്നത്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സെല്ലുലാർ ബാരിയേഴ്സ് ഉണ്ട്, സൈറ്റോകൈൻ ബാരിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ബാരിയേഴ്സാണ്. അല്ല, ആദ്യത്തേത് പറഞ്ഞു ഫിസിക്കൽ ബാരിയർ. ആ ഫിസിക്കൽ ബാരിയറിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ സ്കിൻ തന്നെയാണ്. ഒരു എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ കേസിൽ മ്യൂക്കസ് എപ്പിത്തീലിയം ആക്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫിസിക്കൽ. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സലൈവയിലും അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീര് ടിയേഴ്സിലും ഒക്കെ കാണുന്ന ലൈസോസൈം, അത് ബാക്ടീരിയ നശിപ്പിക്കുന്നതാണ്. ഒരു എൻസൈമാണ് ലൈസോസൈം. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന HCl, ഇതെല്ലാം തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സാണ്. ഇനി സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സൈറ്റോകൈൻ,
അതായത് ഇൻ്റർഫെറോൺസ് ആണ്. അതായത് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഇൻ്റർഫെറോൺസ്. അത് ഒരു ബാരിയറാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെല്ലുലാർ ബാരിയേഴ്സാണ്. ഈ 4 എന്താണ്? സ്പെസിഫിക് ടൈപ്പ് ഓഫ് WBCs ആണ്. ഈ 4 സെല്ലുലാർ ബാരിയേഴ്സും സ്പെസിഫിക് ടൈപ്പ് ഓഫ് WBCs ആണ്. അതിൽ ഒന്നാമത്തത് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈഡ്സ്. പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈഡ്സ് അതുപോലെ തന്നെ മോണോസൈറ്റ്സ്, അതുപോലെ നേച്ചറൽ കില്ലർ. ഇതെല്ലാം തന്നെ ബ്ലഡിലാണ് കാണുന്നത്. ഈ പറഞ്ഞ 3 ആദ്യം പറഞ്ഞ PMNL, മോണോസൈറ്റ്സ്, ഇതെല്ലാം തന്നെ പലതരത്തിൽ WBC ആണ്. അത് ബ്ലഡിലാണ് കാണുന്നത്. അതേസമയം മാക്രോഫേജസ് കാണുന്നത് ടിഷ്യൂസിലാണ്. ഏത് കാണുന്നത്? മാക്രോഫേജസ് കാണുന്നത് ടിഷ്യൂസിലാണ്. അപ്പോൾ ഇതിൽ ഓട് 1 എന്ന് പറയുന്നത് മാക്രോഫേജസ് ആണ്. ഓക്കെ, അതായത് മോണോസൈറ്റ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് മാക്രോഫേജസ് ആയിട്ട് മാറുന്നത്. മോണോസൈറ്റ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? മാക്രോഫേജസ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ? ഓപ്ഷൻസ്: ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ്, ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, ആൻറ്റിബോഡി മീഡിയേറ്റഡ് റെസ്പോൺസ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്കൻലി അറ്റാക്ക് സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ്. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റായിട്ട് നമ്മുടെ ബോഡിയിലെ സെൽസിനെ തന്നെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസും ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസും അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അത് നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റായിട്ട് നമ്മുടെ ബോഡിയിലെ സെൽസിനെ അല്ലെങ്കിൽ ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ്. അടുത്തത് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ ഈ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ വേറൊരു പേരാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഈ ഹ്യൂമോറൽ എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് വിത്ത് ബ്ലഡ് എന്നാണ്. അപ്പോൾ ബ്ലഡിലാണ് ആൻറ്റിബോഡീസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇതിന് കാരണം ബി ലിംഫോസൈറ്റ്സ് ആണ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹ്യൂമോറൽ അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇസ് മീഡിയേറ്റഡ് ബൈ ബി ലിംഫോസൈറ്റ്സ്. ഇനി അടുത്തത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അത് മീഡിയേറ്റ് ചെയ്യുന്നത് ടി ലിംഫോസൈറ്റ്സ് ആണ്. അപ്പോൾ ടി ലിംഫോസൈറ്റ്സിൻ്റെ ജോലിയാണ് എന്ത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അത് ഈ ടി ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സിന് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് റിജക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിനാണ്. അപ്പോൾ അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിസ്മാച്ച്ഡ് പെയർ? അപ്പോൾ ഓപ്ഷൻസ്: സ്പോറോസോയിഡ്സ് ഓഫ് പ്ലാസ്മോഡിയം, ഗാമറ്റോസൈറ്റ്സ് ഓഫ് പ്ലാസ്മോഡിയം, അയണൈസർ റേഡിയേഷൻ, നോൺ അയണൈസർ റേഡിയേഷൻ. ഇതിൽ ആൻസർ ഫസ്റ്റ് ഓപ്ഷനാണ് സ്പോറോസോയിഡ്സ് ഓഫ് പ്ലാസ്മോഡിയം. അതായത് സ്പോറോസോയിഡ്സ് ഓഫ് പ്ലാസ്മോഡിയം ഡിപ്ലോയിഡ് അല്ല, അത് ഹാപ്ലോയിഡ് ആണ്. അതായത് എന്താണ് സ്പോറോസോയിഡ്സ്? അതായത് ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാരം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം മലേറിയ, ഇതാണ് മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പോൾ മലേറിയ കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവനാണ് ഇത് പ്ലാസ്മോഡിയം വൈവാക്സ്
അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം അല്ലെങ്കിൽ പ്ലാസ്മോഡിയം മലേറിയ. ഇതിൻ്റെ പ്ലാസ്മോഡിയത്തിൻ്റെ 3 സ്പീഷീസുകളിൽ ഏതെങ്കിലും ഒന്നാണ് മലേറിയ കോസ് ചെയ്യുന്നത്. അതിൽ മാലിഗ്നൻ്റ് മലേറിയ കോസ് ചെയ്യുന്നതാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അതിൻ്റെ ഇൻഫെക്റ്റീവ് സ്റ്റേജിനെയാണ് നമ്മൾ സ്പോറോസോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ അതിൻ്റെ സെക്ഷൽ സ്റ്റേജിനെയാണ് ഗ്യാമറ്റോസൈഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്പോറോസോയിഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്യാമറ്റോസൈഡ്സ് ആണെങ്കിലും രണ്ടും ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. അതുപോലെ അയണൈസിങ് റേഡിയേഷൻ എക്സ്റേസും വരും, അതുപോലെ ഗാമ റേസും വരും. നോൺ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ UV റേസ് ആണ്. അപ്പോൾ എന്താണ് അയണൈസിങ് റേഡിയേഷൻ? അതായത് അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ കൂടുതൽ എനർജി ഉണ്ടായിരിക്കും. എന്തിനാണ്? ടു റിമൂവ് ഇലക്ട്രോൺസ് ഫ്രം ആറ്റം. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള എനർജി ക്യാരി ചെയ്യുന്ന റേഡിയേഷനാണ് അയണൈസിങ് റേഡിയേഷൻ. അതേസമയം നോൺ അയണൈസിങ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണില്ല, ലോ എനർജി ആയിരിക്കും കാണുന്നത്. പക്ഷേ എന്താണ്, ആറ്റത്തിന് വൈബ്രേറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും. പക്ഷേ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാനുള്ള എനർജി നോൺ അയണൈസിങ് റേഡിയേഷന് കാണില്ല. അതേസമയം അയണൈസിങ് റേഡിയേഷൻ, അതായത് എക്സ്റേസിനും അതുപോലെ ഗാമ റേസിനുമൊക്കെ ആ ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള എനർജി ഉണ്ടായിരിക്കും. അത് DNA ഡാമേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ 2 ഓപ്ഷനും ശരിയാണ്. ഗ്യാമറ്റോസൈഡ്സിൻ്റെ അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് സ്പോറോസോയിഡ്സ്, പ്ലാസ്മോഡിയം, അതെന്താണ്, ഹാപ്ലോയിഡാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് സ്പ്ലീൻ? അപ്പോൾ സ്പ്ലീൻ ഒരു ലിംഫോയിഡ് ഓർഗൻ ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ബീൻ ഷേപ്ഡ് ഓർഗൻ. അപ്പോൾ അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്പ്ലീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇറ്റ് ഈസ് എ ബീൻ ഷേപ്ഡ് ഓർഗനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, അത് ലാർജ് റിസർവോയർ ഓഫ് ലിംഫോസൈറ്റ്സ്. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലാർജ് റിസർവോയർ ഓഫ് എർത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC ആണ് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാർജ് റിസർവോയർ ഓഫ് ലിംഫോസൈറ്റ്സ് അല്ല, പകരം എർത്രോസൈറ്റ്സ്, അതായത് RBC ആണ്. അടുത്ത് എന്താണ്, മൂന്നാമത്തെ ഓപ്ഷൻ, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഫണ്ടസ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ദി ഡയഫ്രം. അതായത് ഫണ്ടസ് എന്ന് പറയുമ്പം സ്റ്റൊമക്കിന് 4 റീജിയൺസ് ഉണ്ട്. കാർഡിയ, ഫിൻഡസ്, ബോഡി, പൈലോറസ്, ഇങ്ങനെ 4 റീജിയൻസ്. കാർഡിയ, ഫിൻഡസ്, ബോഡി, പൈലോറസ്, ഇങ്ങനെ 4 റീജിയൻസ് ഉണ്ട്. അത് രണ്ടാമത്തെ ഭാഗമാണ് ഫിൻഡസ്. അതിനും ഡയഫ്രം, നമുക്കറിയാം തൊറാസിക് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡോം ഷേപ്ഡ് സ്ട്രക്ചറാണ് ഡയഫ്രം. അതായത് നമ്മളതിനെ പ്രൈമറി റെസ്പിറേറ്ററി മസിൽ എന്നും വിളിക്കും. അതായത് ഇൻസ്പിറേഷൻ്റെ കേസിൽ, എക്സ്പിറേഷൻ്റെ കേസിൽ ഒരു മേജർ റോൾ വഹിക്കുന്ന ഒരു മസിലാണ് ഡയഫ്രം. അതുകൊണ്ടാണ് പ്രൈമറി റെസ്പിറേറ്ററി മസിൽ എന്ന് അതിനെ വിളിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് ഏത് കാണുന്നത്, സ്പ്ലീൻ കാണുന്നത്. അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അടുത്ത്, ആക്സസ് എ ഫിൽറ്റർ ഓഫ് ദി ബ്ലഡ് ബൈ ട്രാപ്പിംഗ് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസംസ്. അതും കറക്റ്റാണ്. അതായത് സ്പ്ലീൻ ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസം തടഞ്ഞ് അതിനെ നശിപ്പിക്കും. അതേസമയം ലിംഫ് നോഡ്സ്, ലിംഫിലൂടെ വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ തടഞ്ഞ് അതിനെ നശിപ്പിക്കും. അപ്പോൾ 2 ഫിൽറ്റേഴ്സാണ്. ഏതൊക്കെ? ഈ സ്പ്ലീനും അതുപോലെ ലിംഫ് നോഡ്സും. ലിംഫ് നോഡ്സ് ബോൺ മൈക്രോ ഓർഗാനിസത്തിനെയും, അതേസമയം സ്പ്ലീൻ ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസം. അപ്പോൾ അത് 2 ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഈ ബി ഓപ്ഷനാണ്. അപ്പോൾ ആൻസർ ബി ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സെൽ ഡ്യൂറിങ് വൈറൽ ഇൻഫെക്ഷൻ ദാറ്റ് ക്യാൻ പ്രൊട്ടക്ട് അതർ സെൽസ് ഫ്രം ഫർദർ ഇൻഫെക്ഷൻ ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നേരത്തെ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ആൻസർ ഇൻ്റർഫെറോൺ. ആൻസർ ഇൻ്റർഫെറോൺ. അതായത് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ്. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് മറ്റു സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇൻഫെക്റ്റ് ചെയ്യാത്ത സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർഫെറോൺ. അതേസമയം കൊളോസ്റ്റം നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് മിൽക്ക്, അതിനെയാണ് ബ്രസ്റ്റ് മിൽക്കിനെയാണ് കൊളോസ്റ്റം എന്ന് പറയുന്നത്. അതിലാണ് IgA എന്ന് പറയുന്ന ആൻറ്റിബോഡീസ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി സെറോട്ടോണിനും ഹിസ്റ്റമിനും
ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാസ്റ്റ് സെൽസും അതുപോലെ തന്നെ ബേസോഫിൽസ്. മാസ്റ്റ് സെൽസും ബേസോഫിൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ബേസോഫിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം WBC എടുത്തു കഴിഞ്ഞാൽ WBC നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, ഗ്രാനുലോസൈറ്റ്സും എ ഗ്രാനുലോസൈറ്റ്സും. ഗ്രാനുലോസൈറ്റ്സിനകത്ത് വരുന്നതാണ് ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, ഈസിനോഫിൽസ്. അപ്പോൾ അതിലാണ് ബേസോഫിൽസ് വരുന്നത്. അതേസമയം എന്താണ് എ ഗ്രാനുലോസൈറ്റ്സ് ആണ് ലിംഫോസൈറ്റ്സും അതുപോലെ മോണോസൈറ്റ്സും വരുന്നത്. അപ്പോൾ WBCക്ക് മൊത്തം 5 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതാണ് എന്താണ് ബേസോഫിൽസ്. ഇനി മാസ്റ്റ് സെൽസ് എന്ന് പറയുമ്പോൾ അത് കണക്റ്റീവ് ടിഷ്യൂവിലാണ് കാണുന്നത്. ഈ മാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോൺ മാരോയിലാണ്, സ്പെഷ്യൽ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എന്താണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്ന ഒരു കമ്പോണൻ്റാണ് മാസ്റ്റ് സെൽസ്. ഈ മാസ്റ്റ് സെൽസും ബേസോഫിൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സെറോട്ടോണിനും ഹിസ്റ്റമീനും. അപ്പോൾ ഇവിടെ ആൻസർ ഇന്റർഫെറോൺ ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഓപ്ഷൻസ് മറുവാന, ഹാഷിഷ്, ഹെറോയിൻ, ചരസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഡ്രഗ്സാണ്, പ്രധാനമായിട്ട് പ്ലാന്റ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡ്രഗ്സാണ്. അപ്പോൾ ഇത് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിനൽ പർപ്പസിന് അല്ലാതെയും അത് ഉപയോഗിക്കും. മെഡിസിനൽ പർപ്പസിന് അല്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന ഡ്രഗ് അബ്യൂസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ മറുവാന, ഹാഷിഷ്, ഈ ഹെറോയിനല്ല ചരസ്, ഈ 3 എണ്ണം, അതായത് മറുവാന, ഹാഷിഷ്, ചരസ്, പിന്നെ വേറൊന്നുകൂടെ ഗഞ്ച. ഈ 4 എണ്ണവും കനാബിനോയിഡ്സ് എന്ന കാറ്റഗറിയിൽ വരും. അതായത് മറുവാന, ഹാഷിഷ്, ഗഞ്ച, ചരസ്, ഈ 4 എണ്ണവും കനാബിനോയിഡ്സ്. ഇത് കനാബിസ് സറ്റൈവയുടെ ഇൻഫ്ലോറസൻസിൻ്റെ പാർട്സും അതുപോലെ അതിൻ്റെ റെസിനും അതുപോലെ ലീവ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, അതിന് വേരിയസ് കോമ്പിനേഷൻസിലൂടെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഈ 4 എണ്ണം. അപ്പോൾ ഈ 4നെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് കനാബിനോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം ഹെറോയിൻ എന്ന് പറയുന്നത് അതൊരു ഓപ്പിയോയിഡ് എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അത് എടുക്കുന്നത് ഫ്രം ലാറ്റക്സ് ഓഫ് പപ്പാവർ സോംനിഫറം. പപ്പാവർ സോംനിഫറത്തിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് ഈ ഹെറോയിൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓഡ് 1 എന്ന് പറയുന്നത് ഹെറോയിനാണ്, അത് ഓപ്പിയോയിഡാണ്. ബാക്കി 3 എണ്ണവും ഒപ്പം തന്നെ ഗഞ്ചായും കൂടി ചേർത്തിട്ട് അന്ന് കനാബിനോയിഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? അതിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, HIV റെപ്ലിക്കേറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ HIV എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ അതിലെ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പോൾ RNA വൈറസുകളിൽ സെൻട്രൽ ഡോഗ്മ ആപ്ലിക്കബിൾ ആകുന്നില്ല. അതായത് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുമ്പോൾ DNA നിന്ന് mRNA, ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. mRNA പ്രോട്ടീൻസ് ഫോം ചെയ്യും, അതിന് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കും. അപ്പോൾ RNA ജനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ RNA നിന്ന് എന്ത് ഫോം ചെയ്യും? DNA ഫോം ചെയ്യും. അപ്പോൾ അത് റിവേഴ്സ് ഓർഡറിലാണ്. അപ്പോൾ അതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കും. അതിൽ ഇൻവോൾവ് ആകുന്ന എൻസൈമിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അപ്പോൾ ആ പ്രോസസ്സിന് സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, AIDS ഈസ് എ കൺജനൈറ്റൽ ഡിസീസ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഇൻ US in 1891. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എയ്ഡ്സ് ഒരു കൺജനൈറ്റൽ ഡിസീസ് എന്നാണ് പറയുന്നത്. എയ്ഡ്സ് ഒരു കൺജനൈറ്റൽ ഡിസീസ് അല്ല. അതിൻ്റെ എക്സ്പാൻഷൻ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നാൽ അതിനർത്ഥം എന്താണ്? അത് ലൈഫ് ടൈമിൽ തന്നെ അക്വയർ ചെയ്യുന്ന ഒരു ഡിസീസ് എന്നാണ്. അപ്പോൾ അത് കൺജനൈറ്റൽ അല്ല. അപ്പോൾ എയ്ഡ്സ് ഈസ് നോട്ട് എ കൺജനൈറ്റൽ ഡിസീസ്, അതൊരു കൺജനൈറ്റൽ ഡിസീസ് അല്ല. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത ടോക്സോപ്ലാസ്മ, അതൊരു പാരസിറ്റിക് പ്രോട്ടോസോമനാണ്. എയ്ഡ്സ് പേഷ്യൻസിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോമനാണ് പ്രധാനമായിട്ട് ടോക്സോപ്ലാസ്മ എന്ന് പറയുന്നത്. അതും ശരിയാണ്. അടുത്ത ക്യാൻസർ സെൽസ് ഷോ ദി പ്രോപ്പർട്ടി ഓഫ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. അതായത് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് വെച്ചാൽ സറൗണ്ടിങ് സെൽസ് ഉള്ളത് കൊണ്ട്, അതായത് സറൗണ്ടിങ് സെൽസിൻ്റെ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ഉണ്ടാകത്തില്ല.
അതിനെയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ ക്യാൻസർ സെൽസ് എന്ന് പറയുമ്പോൾ അതിനെ കോണ്ടാക്ട് ഇൻഹിബിഷൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ക്യാൻസർ സെല്ലല്ല, നോർമൽ സെൽസിനാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത, നോർമൽ സെൽസ് ഹാവ് സെല്ലുലാർ ഓങ്കോജീൻസ് ഓർ പ്രോട്ടോ ഓങ്കോജീൻസ്. അതായത് എല്ലാ സെൽസിലും സെല്ലുലാർ ഓങ്കോജീൻസ് അല്ലെങ്കിൽ പ്രോട്ടോ ഓങ്കോജീൻസ് ഉണ്ടാകും. ഇത് ഓങ്കോജീൻസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് അത് ക്യാൻസർ സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ 1, 2, 3, അപ്പോൾ 3, ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് പാർട്ട് ഓഫ് കൊക്ക പ്ലാന്റ് കൊക്കൈൻ ഈസ് ഒബ്റ്റെയിൻഡ്? ലീവ്സ്, റൂട്ട്സ്, ലാറ്റക്സ്, ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലീവ്സ് ആണ്. അതായത് കൊക്ക പ്ലാന്റ് എന്ന് പറയുമ്പോൾ എർത്രോസൈലം കൊക്ക, അതായത് നേറ്റീവ് ഓഫ് സൗത്ത് അമേരിക്ക, ആ പ്ലാന്റിൻ്റെ ലീവ്സിൽ നിന്നാണ് കൊക്കൈൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് മലേറിയ? അപ്പോൾ ഓപ്ഷൻസ് സ്പോറോസോയിഡ്സ് ആൻഡ് ഗാമറ്റോസൈറ്റ്സ് ആർ എസെക്ഷൽ ആൻഡ് സെക്ഷൽ സ്റ്റേജസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മളത് നേരത്തെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ടും ഹാപ്ലോയിഡ് സെൽസാണ്. സ്പോറോസോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഫെക്റ്റീവ് എസെക്ഷൽ സ്റ്റേജ് ഓഫ് പ്ലാസ്മോഡിയമാണ്. അതേസമയം ഗാമറ്റോസൈറ്റ്സ് സെക്ഷൽ സ്റ്റേജുമാണ്. അപ്പോൾ അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്ത്, മാലിഗ്നൻ്റ് മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം ഫാൽസിപാരം. നമ്മൾ നേരത്തെ പറഞ്ഞു മലേറിയ ഈസ് കോസ്ഡ് ബൈ മെയിൻലി 3 സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം, അതായത് വൈവാക്സ്, മലേറിയ ആൻഡ് ഫാൽസിപാരം. അതിൽ മാലിഗ്നൻ്റ് ഒരു ഫേറ്റൽ ആയിട്ടുള്ള മലേറിയയാണ് മാലിഗ്നൻ്റ് മലേറിയ. അത് കോസ് ചെയ്യുന്ന പ്ലാസ്മോഡിയം ഫാൽസിപാരം. അതും ശരിയാണ്. അടുത്ത്, ഫെർട്ടിലൈസേഷൻ ഓഫ് ഗാമറ്റോസൈറ്റ്സ് ടേക്സ് പ്ലേസ് ഇൻ ദി മസ്കിറ്റോസ് ഗട്ട്. അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റാണ്. അതായത് ഹ്യൂമൻ ബോഡിയിലോട്ട് ത്രൂ ദി ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ എൻട്രി ചെയ്യുന്നത് സ്പോറോസോയിഡ്സ് ആണ്. ആ സ്പോറോസോയിഡ്സ് ഹ്യൂമൻ ബോഡിയിൽ വെച്ചിട്ട് ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറും. ആ ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുമ്പോഴാണ് ഒരു ഹ്യൂമന് മലേറിയ വന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു ഹ്യൂമന് ഒരു നോർമൽ ഫീമെയിൽ അനോഫിലിസ് മസ്കിറ്റോ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോഡിയിലോട്ട് ഗാമറ്റോസൈറ്റ്സ് എൻട്രി ചെയ്യും. അപ്പോൾ ഹ്യൂമൻ ബോഡിയിലോട്ട് കിടക്കുന്നത് സ്പോറോസോയിഡ്സും മസ്കിറ്റോയിൻ്റെ ബോഡിയിലോട്ട് കിടക്കുന്ന ഗാമറ്റോസൈറ്റ്സുമാണ്. രണ്ടും ഹാപ്ലോയിഡ് ഫോംസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫെർട്ടിലൈസേഷനും ഒക്കെ നടക്കുന്നത് മസ്കിറ്റോസ് ഗട്ടാണ്. അപ്പോൾ അതും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, ഗാമറ്റോസൈറ്റ്സ് ഓഫ് പ്ലാസ്മോഡിയം ഡെവലപ്പ് ഇൻ ലിവർ സെൽസ് ഓഫ് ഹ്യൂമൻ. അത് ലിവർ സെൽസ് ഓഫ് ഹ്യൂമൻസ് അല്ല, ന്യൂ ആർ ബി സി. അതായത് ആദ്യം ലിവർ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. ആ ലിവർ സെൽസ് ബേസ്റ്റ് ചെയ്ത് സ്പോറോസോയിഡ്സ് പുറത്തോട്ട് വരും. അത് വീണ്ടും ഒരു ബ്ലഡിൽ ആർ ബി സി ഇൻഫെക്റ്റ് ചെയ്യും. അത് ബേസ്റ്റ് ചെയ്ത് വീണ്ടും ആ സ്പോറോസോയിഡ്സ് ന്യൂ ആർ ബി സിയിൽ എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് വെച്ചിട്ടാണ് ഗാമറ്റോസൈറ്റ്സ് ഫോം ചെയ്യുന്നത്. അത് ബേസ്റ്റ് ചെയ്ത് ഗാമറ്റോസൈറ്റ്സ് പുറത്തോട്ട് വരും. ഒപ്പം ഹീമോസോയിൻ എന്ന് പറഞ്ഞ ടോക്സിക് സബ്സ്റ്റൻസും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ലിവർ സെൽസ് അല്ല, ന്യൂ ആർ ബി സി ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഡി ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്: ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഡിഫ്തീരിയ, പ്ലേഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ഓപ്ഷനാണ്, ഹെപ്പറ്റൈറ്റിസ് ബി. അത് കോസ് ചെയ്യുന്നത് വൈറസാണ്. ഒരു വൈറൽ ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ബാക്കിയെല്ലാം തന്നെ ബാക്ടീരിയൽ ഡിസീസാണ്. ഇപ്പോൾ പ്ലേഗ് ആണെങ്കിൽ ഇർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയം, ഡിഫ്തീരിയ കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയെ, ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. അപ്പോൾ ഇതെല്ലാം ബാക്ടീരിയൽ ഡിസീസാണ്. ടൈഫോയിഡ്, സാൽമോണല്ല ടൈഫി, കൊർണി ബാക്ടീരിയം ഡിഫ്തീരിയെ അതാണ് ഡിഫ്തീരിയ, എർസീനിയ പെസ്റ്റിസ് അതാണ് പ്ലേഗ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഹെപ്പറ്റൈറ്റിസ് ബി, കാരണം അതൊരു വൈറൽ ഡിസീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിസ്മാച്ച്ഡ് പെയർ? Interferons, glycoproteins, syndrome, group of symptoms, antibody, H2L2, ELISA, confirmatory test for AIDS. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇൻ്റർഫെറോൺസ്, അപ്പോൾ നമ്മൾ അത് ഒത്തിരി പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്ന കെമിക്കലി അത് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണ്, പ്രൊഡ്യൂസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ആണ്, അതൊരു സൈറ്റോകൈൻ ബാരിയർ കൂടെയാണ്. അപ്പോൾ അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ സിൻഡ്രോം, അത് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. നമ്മൾ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അത് കുറേ സിംറ്റംസ് ആർക്കുണ്ട് ഈ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്, അപ്പോൾ അതും കറക്റ്റാണ്. അടുത്ത് ആൻറ്റിബോഡി, അതും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. എന്താണ് പർട്ടിക്കുലർ ആൻറ്റിജൻസിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. 5 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ട്രക്ചറാണ്, അതായത് ഒരു ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ 4 പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്, 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും. അപ്പോൾ 2 ഹെവി ചെയിൻസ് അതുപോലെ 2 ലൈറ്റ് ചെയിൻസ്, അതിനെയാണ് നമ്മൾ H2L2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന. അതിൻ്റെ ഷേപ്പ് Y ഷേപ്പാണ്. അപ്പോൾ ആൻറ്റിബോഡി H2L2 അതിൻ്റെ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ ഷേപ്പ് Y ഷേപ്പാണ്. അപ്പോൾ അതും കറക്റ്റാണ്. അടുത്ത് എലീസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻറ്റ് അസേ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതൊരു ഏർലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൂടെയാണ്. ഏർലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതായത് PCR-നോടും റീകോമൻ DNA ടെക്നോളജിയോടൊപ്പം നമ്മൾ പഠിക്കുന്ന ഒരു ഏർലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് എലീസ. അപ്പോൾ അതൊരു കൺഫർമേറ്റീവ് ടെസ്റ്റ് അല്ല, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എയ്ഡ്സ് ആണ്. അപ്പോൾ കൺഫർമേറ്ററി അല്ല. അപ്പോൾ ഇതാണ് മിസ്മാച്ച്ഡ് പെയർ. എലീസ എന്ന് പറയുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ എയർ ബോൺ ഡിസീസ്? ഇപ്പോൾ ടൈഫോയിഡ്, ന്യൂമോണിയ, അസ്കാരിയാസിസ്, ഫൈലേറിയാസിസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ന്യൂമോണിയ. അതായത് ന്യൂമോണിയയും അതുപോലെ തന്നെ കോമൺ കോൾഡ്. ന്യൂമോണിയ ബാക്ടീരിയൽ ഡിസീസാണ്, കോമൺ കോൾഡ് വൈറൽ ഡിസീസ്. ഇത് രണ്ടും എയർബോൺ ഡിസീസാണ്, എയറിലൂടെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതേസമയം ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, അതുപോലെ അസ്കാരിയാസിസ് അതും കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അപ്പോൾ ടൈഫോയിഡും അസ്കാരിയാസും ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ്. അതേസമയം ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫൻറ്റിയാസിസ് അതെന്താണ്? വെക്റ്റർ ബോൺ ഡിസീസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാണ്? ഫീമെയിൽ ക്യൂലെക്സ് മസ്കിറ്റോയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ന്യൂമോണിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ജനറ്റിക്കലി മോഡിഫൈഡ്. അതായത് ഓപ്ഷൻസ് ബാക്ടീരിയ, ഈസ്റ്റ്, പ്രോട്ടോസോവൻ, റെട്രോ വൈറസ്. അപ്പോൾ ഇതിൽ റെട്രോ വൈറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? RNA വൈറസ് എന്നാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, അപ്പോൾ ഈ വാക്സിൻ പ്രിവെൻറ്റ് ഡിസീസ്, ആ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ബട്ട് കനോട്ട് ക്യൂർ ദി എക്സിസ്റ്റിംഗ് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് നമ്മുടെ ബോഡിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല, ഈ വാക്സിൻ കൊണ്ട് വരാതെ നോക്കാൻ പറ്റും. അതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാം. ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ഈസ്റ്റിൽ നിന്നാണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? യൂണിസെല്ലാർ അസ്കോമൈസീസ്. യൂണിസെല്ലാർ അസ്കോമൈസീസ് എന്നാണ് ഈസ്റ്റിനെ പറയുന്നത്. അത് യൂണിസെല്ലാർ ഫോംസ് ആണ്. അതിൻ്റെ ജനറ്റിക്കലി മോഡിഫൈഡ് ഈസ്റ്റിൽ നിന്നാണ് ഏത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പോൾ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. റിംഗ് വേവ്, റൗണ്ട് വേവ്, എർത്ത് വേവ്, അക്വൺ വേവ്. അപ്പോൾ ഇതിൽ ആൻസർ റിംഗ് വേമാണ്. റിംഗ് വേവ് എന്ന് പറയുമ്പോൾ അതൊരു ഫംഗൽ ഡിസീസാണ്. അതൊരു ഓർഗാനിസം അല്ല, അതൊരു ഫംഗൽ ഡിസീസാണ്. കോസ്ഡ് ബൈ മെയിൻലി 3 ഫംഗൽ ജനേറ: മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. അതായത് ഏതൊക്കെയാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഇങ്ങനെ 3 ജനേറകളാണ് ഈ റിംഗ് വേവ് ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫംഗൽ ഡിസീസ്. അപ്പോൾ അതാണ് ആൻസർ. ഇനി റൗണ്ട് വേവ് എന്ന് പറയുമ്പോൾ
അത് എന്താണ്? അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ് അത് അസ്കൽമിന്തസ് ആ ഫൈലത്തിൽ വരുന്ന ഒരു മെമ്പറാണ് റൗണ്ട് വേം, അതായത് അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. എർത്ത് വേം എന്ന് പറയുമ്പോൾ അനലിഡയിൽ വരുന്ന മെമ്പറാണ്. മണ്ണിര അനലിഡയിൽ വരുന്ന മെമ്പറാണ് എർത്ത് വേം. അക്കോൺ വേം എന്ന് പറയുമ്പോൾ അത് ബെലനോഗ്ലോസസ്, അതിൻ്റെ ജനറിക് നെയിം ബെലനോഗ്ലോസസ് എന്നാണ്. അത് വരുന്നത് ഹെമികോഡേറ്റ എന്ന ഫൈലത്തിനകത്താണ് അക്കോൺ വേം. അപ്പോൾ അതിൻ്റെ ജനറിക് നെയിം ബെലനോഗ്ലോസസ്. എർത്ത് വേം അതിൻ്റെ ജനറിക് നെയിം ഫെർട്ടിമ, അത് അനലിഡയിലാണ് വരുന്നത്. റൗണ്ട് വേം അസ്കാരിസ്, അത് അസ്കൽമിന്തസ് അതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ റിംഗ് വേം, മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ. ഈ 3 ജനറേയും കൂടെയാണ് ആ ഡിസീസ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ കുറച്ച് റെലവൻ്റായ കുറേ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് മാക്സിമം ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് നോക്കുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇത് സമാനമായ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.